क्या जिंदगी, यीशु तेरे बिना जीना भी क्या जिंदगी। तू जो है तो सब कुछ है, तेरा ही साथ बंदगी। ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളേവരെയും പ്രാർത്ഥനയോടുകൂടി നോമ്പുകാല പ്രഭാത വചന ധ്യാന ചിന്തകളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങൾ കേൾക്കുന്നത് കൃപാധ്വനികൾ. നിങ്ങൾക്കൊപ്പം റവറൻഡ് സാലൻസ് എസ് ദാസ്. സങ്കീർത്തനം 144 അതിൻ്റെ 4-ാം വാക്യം. മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ, അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെ ആകുന്നു. മാൻ ഈസ് ലൈക്ക് എ ബ്രീത്ത്, ഹിസ് ഡേയ്സ് ആർ ലൈക്ക് എ പാസിംഗ് ഷാഡോ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹ വന്ദനം. പ്രിയരെ, ദൈവത്തിൻ്റെ സ്നേഹവും വരദാനവുമാണ് മനുഷ്യരാശിയുടെ ഈ ജീവിതം. ദൈവം നൽകിയിരിക്കുന്ന ഈ ജീവിതം വളരെ വിലമതിപ്പുള്ളതാണ്. ശ്രദ്ധയോടെയും ആത്മീയ തീഷ്ണതയോടെയും കൈകാര്യം ചെയ്യേണ്ടുന്നവയാണ് നമ്മുടെ ജീവിതം. ഇന്ന് നാം ധ്യാനത്തിലൂടെ ചിന്തിക്കുന്ന ചിന്താവിഷയം നമ്മെ കൂടുതൽ ആത്മീയ ജീവിതത്തിൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി തീർക്കട്ടെ. അതേ പ്രിയരെ, ഇന്ന് നാം ചിന്തിക്കുന്ന ചിന്താവിഷയം സോപ്പ് കുമ്പളയും ജീവിതവും. സോപ്പ് കുമ്പളയും ജീവിതം എന്ന വിഷയമാണ് നാം ഇന്ന് ഈ ധ്യാനത്തിലൂടെ ചിന്തിക്കുന്നത്. സോപ്പ് കുമ്പളകൾ അവയെ കണ്ടിട്ടില്ലാത്തവരും അവയെക്കുറിച്ച് അറിയാത്തവരും ആരും തന്നെ ഉണ്ടായില്ല. ഈ സോപ്പ് കുമ്പളകളെ കാണുവാൻ നമുക്കറിയാം വളരെയധികം ഭംഗിയുള്ളതാണ്. കുഞ്ഞുങ്ങൾ മുതൽ എല്ലാ പ്രായക്കാരെയും ഏറെ ആകർഷിക്കുന്ന, ഏറെ ആനന്ദം ഉളവാക്കുന്ന, കൗതുകമുളവാക്കുന്ന ഒന്നാണ് ഈ സോപ്പ് കുമ്പളകൾ. വിശദമായി നാം മനസ്സിലാക്കുമ്പോൾ ഈ സോപ്പ് കുമ്പളകൾ ചിലത് സ്വയം രൂപപ്പെട്ടവയാണ്. എന്നാൽ അതിൽ മിക്കതും ഏതിൻ്റെയോ ഒരു ബാഹ്യശക്തിയുടെ ഒരു പ്രേരണ, അല്ലെങ്കിൽ അത് രൂപാന്തരപ്പെടുവാനായിട്ടൊരു ഊർജം, ഒരു സ്രോതസ് അതിനുള്ളിലുണ്ട്, അല്ലെങ്കിൽ അപ്രകാരം അതിനാവശ്യമാണ്. നമ്മുടെ ഈ ജീവിതവും സോപ്പ് കുമ്പളകളും ഒരുപോലെയാണ്. കുമ്പളകൾ രൂപാന്തരപ്പെടുവാൻ ഒരു ഊർജം, ഒരു സ്രോതസ് ആവശ്യമാണ്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ ഇടയനാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അദ്ദേഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓണർ, ഊർജം, സ്രോതസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സോപ്പ് കുമ്പളകൾക്ക് വളരെയധികം ഭംഗിയുണ്ട്. ഈ സോപ്പ് കുമ്പളകളിലൂടെ മഴവില്ലിൻ്റെ മനോഹരമായ വർണ്ണങ്ങൾ നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. ഭാരക്കുറവ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒന്നാണ് ഈ കുമ്പളകൾ. അതുകൊണ്ട് തന്നെ ആകാശമുട്ട പാറി പറക്കുവാൻ വളരെയധികം സാധിക്കുന്ന ഒന്നാണ് ഈ കുമ്പളകൾ. കാഴ്ചക്കാർക്ക് നയനസുഖവും കൗതുകവുമൊക്കെ ഈ കുമ്പളകൾ സാധാരണ നൽകുന്നുണ്ട്. ഇതൊക്കെയും അതിൻ്റെ ഉറവിടത്തിൻ്റെ സ്രോതസ്സിൻ്റെ മേന്മയാണ്. ഇത്തരത്തിൽ ഒത്തിരി സവിശേഷതകൾ നിറഞ്ഞ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ കുമ്പളകൾ. ഈ കുമ്പളകൾ പോലെ തന്നെ നമ്മുടെ ജീവിതവും സുന്ദരമാണ്. നമ്മുടെ ജീവിതം എല്ലാവർക്കും ആകർഷണീയമാണ്. ഒത്തിരി സാധ്യതകൾ, അവസരങ്ങൾ എന്നിവ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരെയും സഹായിക്കാൻ, എല്ലാവരെയും വഹിക്കുവാൻ, എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥത വഹിക്കുവാൻ, എല്ലാവരെയും ഉയർത്തുവാൻ, മറ്റുള്ളവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ, ഒത്തിരി കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിപ്പാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം ഈ ഭൂമിയിൽ ചില കാര്യങ്ങളെ ചുമതലപ്പെടുത്തി ഉത്തരവാദിത്വപ്പെടുത്തി നൽകിയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ജീവിതം. ദൈവത്തിൻ്റെ നിയമമാണ് നമ്മുടെ ജീവിതം. ചില പരിമിതികളടങ്ങിയ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതം. പ്രിയരെ, കുമ്പളകൾ നൽകുന്ന ആ മനോഹരിത അതിൻ്റെ ഇരട്ടി മധുരത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലും ഉണ്ട് എന്ന് നമുക്ക് ഇതിനോടകം മനസ്സിലാക്കിയല്ലോ. ഇത്തരത്തിൽ നമ്മുടെ ജീവിതം ഒത്തിരി നന്മകൾ, ഒത്തിരി കൃപകളോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഒത്തിരി സാധ്യതകളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്നു. പക്ഷെ വാസ്തവത്തിൽ ഇന്ന് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടും നാം മതിമറന്നു പോവുകയാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയും പലപ്പോഴും കാണുന്നുണ്ട്. ദൈവത്തെ ധിക്കരിക്കുന്ന രീതി, അനുസരണക്കേട് കാട്ടുകയും സമയത്തെ പ്രയോജനപ്പെടുത്താതെ അലസമായി കളയുന്ന ജനത്തെ, വിശ്വാസികളെ ഇന്ന് നമുക്ക് കൂടുതലായി കാണുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ പെട്ടുകൊണ്ട് ദൈവത്തിൽ നിന്നും തെന്നിമാറുന്ന ജീവിതങ്ങളെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമർപ്പണ ജീവിതക്രമം നമ്മുടെ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ്. ഇത്തരക്കാരോട് ഇന്നത്തെ
ചിന്തയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സോപ്പ് കുമ്പളകൾക്ക് പറയാനായിട്ടുള്ളത്, ശരിയാണ്, സുന്ദരമാണ്, കുമ്പളകൾ ഭംഗിയുള്ളതാണ്, അതുപോലെ തന്നെ ജീവിതവും ഭംഗിയുള്ളതാണ്. ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാന കാര്യം, ഇത്രയും മനോഹരമായ, ഇത്രയും സാധ്യതകളുള്ള ഒരു കുമ്പള പറന്നു പൊങ്ങി ആകാശത്തൂടി ഇങ്ങനെ ഭംഗിയോടുകൂടി കൗതുകമുണർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിലും അതിൻ്റെ ആയുസ് അതിനത്തരത്തിൽ ആ രൂപത്തോടു കൂടി ആയിരിക്കാൻ പറ്റുന്ന സമയം വളരെ ചുരുക്കമാണ്. ആ കുമ്പളയായി രൂപപ്പെട്ട് കുറേ സമയം അതിങ്ങനെ പറന്നു കിടക്കുകയും പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോകുന്ന ഒരു രീതി കാണുകയാണ്. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് എന്ന് ഈ കുമ്പളകൾ പറയുകയാണ്. ചില നിമിഷങ്ങൾ, ചില മണിക്കൂറുകൾ, ചില വർഷങ്ങൾ, അതുമാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം. എപ്പോൾ വേണമെങ്കിലും ഒരു കുമ്പളകൾ പൊട്ടിത്തകരുന്നതുപോലെ നമ്മുടെ ജീവിത ദൈർഘ്യം അവസാനിച്ചേക്കാം. ഇപ്പം പ്രധാനമായും ഈ കുമ്പളകൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യം വളരെയും കുറവാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അവസരങ്ങൾ തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തണം. മുൻകരുതലുകൾ നമുക്കുണ്ടാകണം. ദൈവ സാന്നിധ്യം നമ്മിൽ വെളിപ്പെടേണ്ടതിന് വിധേയത്വവും ആത്മീകമായ ഒരു ഒരുക്കവും താഴ്മപ്പെടലും ഈ നാടുകളിൽ ഉണ്ടാകണം. വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ എന്ന്. സങ്കീർത്തനം 89:47 ഇപ്രകാരം പറയുന്നു, എൻ്റെ ആയുസ് എത്ര ചുരുക്കം എന്ന് ഓർക്കണമേ എന്ന്. നമ്മുടെ ജീവിതം എന്നത് നിത്യതയിലേക്കുള്ള ഒരു അവസരമായി നാം പ്രയോജനപ്പെടുത്തണം. ഇവിടെ സോപ്പ് കുമ്പളകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവ ഇങ്ങനെ പറന്ന് ഒടുവിൽ പൊട്ടുകയും അത് പൊട്ടുന്ന മേഖലയിലെ പ്രതലങ്ങളോട് അത് പറ്റിച്ചേരുകയും ചെയ്യുന്ന ഒരു ക്രമം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയരെ, നമ്മുടെ ജീവിതം ദൈവത്തിൽ നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മെ പ്രാപ്തനാക്കുന്ന ദൈവത്തിൽ തക്ക സമയത്ത് നാം പറ്റിപ്പിടിക്കേണ്ടതുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോട് എന്നേക്കും ഇരിക്കുന്നു എന്ന്. പ്രിയ സ്നേഹിത, നാം ചിന്തിച്ച ധ്യാനചിന്തയിലെ കുമ്പളകൾക്ക് പാറിപ്പറക്കുവാൻ ലഭിച്ച സമയം പോലെ നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ ദൈവം ചില പരിമിതമായ സമയം നൽകിയിരിക്കുന്നു. നാം അത് ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി ഈ ജീവിതത്തിൽ നിലകൊള്ളേണ്ടത് നമ്മുടെ കടമയാണ്. നാം ദൈവത്തോട് പറ്റിച്ചേരുവാൻ ലഭ്യമാവുന്ന സാഹചര്യം പ്രയോജനപ്പെടുത്തുമ്പോൾ നമുക്കത് കർത്താവിൽ ചേരുവാനായിട്ടുള്ള സാധ്യതകളും അവസരങ്ങളും അവിടെ രൂപപ്പെടുകയാണ്. അല്പകാലത്തേക്ക് ലഭിച്ച ഈ ഭൂമിയിലെ വാസം ദൈവത്തെ മറക്കുവാനല്ല, മറിച്ച് ദൈവത്തോടൊപ്പം സ്വർഗത്തിലിരിക്കുവാനുള്ള സാധ്യതകളായി മാറ്റണം എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ധ്യാനചിന്തയിൽ
അപ്രകാരം ഇന്നത്തെ നമ്മുടെ ചിന്തകൾക്ക് അധിഷ്ഠിതമായ ഈ കുമ്പളകൾ വീണ്ടും വീണ്ടും നമ്മോട് എടുത്തു പറയുന്നത് ഈ ജീവിതം വളരെ ചെറുതാണ്. യെസ്, ലൈഫ് ഈസ് ടു ഷോർട്ട്. നമ്മുടെ സഹോദരങ്ങളിൽ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, വ്യക്തിബന്ധങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന പിണക്കം മറക്കുവാൻ നമ്മുടെ ജീവിതം വളരെ പരിമിതമാണ്. നാളത്തേക്ക് ഒന്നും മാറ്റിവെക്കരുത്. പിണക്കങ്ങൾ ഇന്ന് നാം മറക്കണം. ഇന്ന് നാം പരസ്പരം സ്നേഹിക്കണം. ഇന്ന് പരസ്പരം സഹായിക്കണം. ആവോളം പരസ്പരം നന്മ ചെയ്യണം. കാരണം നാളെ നമുക്കുള്ളതല്ല. അങ്ങനെ ലഭ്യമായ ജീവിതത്തിലെ നന്മ പ്രവൃത്തികൾ സ്വർഗത്തിൻ്റെ വാതിൽ നമുക്കായി തുറന്നു തരുവാനുള്ള ഒരു പ്രേരകമായി തീരട്ടെ. മതി വരുവോളം നമുക്ക് നന്മകൾ ചെയ്യാം. ലഭ്യമായിരിക്കുന്ന സാഹചര്യങ്ങളെ പ്രാർത്ഥനയോടെ പ്രയോജനപ്പെടുത്താം. ദൈവരാജ്യത്തിൻ്റെ അനുഭവമുള്ളവരായി തീരേണ്ടതിന് ഒരു സോപ്പ് കുമ്പളയായി നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ സൗരഭ്യം പരത്തുകയും അതോടൊപ്പം ദൈവത്തോട് അലിഞ്ഞു ചേരുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ ലോകത്തിലെ ചുരുക്കം ദിനങ്ങൾ കൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവരാജ്യത്തിൻ്റെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു തരുവാനുള്ള ഒരു പ്രേരകമായി തീരട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഇന്നത്തെ ധ്യാന ചിന്തകളിലൂടെ അങ്ങ് നൽകിയ ആത്മീയ ചിന്തകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ് എന്നും മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കുവാൻ നാളെ എന്നതിനേക്കാൾ ഉപരി ഇന്ന് തന്നെ നാം അതിനെ ക്രമപ്പെടുത്തണമെന്നും നൽകിയ ചിന്തകൾക്കായി സ്തോത്രം. ഈ ലഭ്യമായിരിക്കുന്ന ജീവിതം ദൈവത്തിങ്കിലേക്ക് എത്തുവാനായിട്ടുള്ള ക്രമപ്പെടുത്തലിൻ്റെ സമയമാണ് എന്ന് ഒരു സോപ്പ് കുമ്പളയിലൂടെ ഞങ്ങൾ പഠിപ്പിച്ചുവല്ലോ. ഒരു മനോഹരമായ ഒരു ജീവിതം, സാധ്യതകൾ, സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങ് അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് നന്ദി. ഇത് തക്ക സമയത്ത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തുവാനും ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരുവാനായിട്ടുള്ള സാധ്യതകളായി ഇതിനെ രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തെ ഓർത്ത്, സ്വാതന്ത്ര്യത്തെ ഓർത്ത് സ്തോത്രം. നാഥ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് പ്രകാരം ഞങ്ങൾ പാപികളാണ്. എങ്കിലും ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് അങ്ങ് ഞങ്ങൾക്കായി വലിയ മഹാബലിയായി മാറിയ അനുഭവത്തെ ഞങ്ങൾ ഓർക്കുകയും ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു. അപ്പ, ഇതുവരെയും ഈ ലോകത്തിന് അനുരൂപരായി ലോകത്തിൻ്റെ ചിന്തകൾ ഞങ്ങൾ ആയിപ്പോയിരിക്കുന്നു. എങ്കിലും അവയിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ, അങ്ങയോടടുത്ത് വരുവാൻ, ആത്മീയ ദർശനങ്ങൾ കൊണ്ടുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആലോചനകൾക്കായി സ്തോത്രം. യേശുവേ, ഈ സമയം പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. പലരും ഈ സമയം ഹൃദയത്തിൽ ഒത്തിരി വിങ്ങലോടെ, സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പാപത്തിൽ അടിമപ്പെട്ടു പോയി ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി ജീവൻ സാധിക്കുന്നില്ല. ദൈവം ഈ സമയപ്രകാരം പ്രാർത്ഥിക്കുന്നതിന്റെ മേൽ അങ്ങയുടെ കൃപ വ്യാപരിക്കണമേ. സകല തിന്മ പ്രവൃത്തികളിൽ നിന്നും പുറത്തു വരുവാൻ, കർത്താവിൻ്റെ മകനായി ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമേ. ഈ പ്രഭാതത്തിൽ മറ്റ് വ്യത്യസ്ത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഓർക്കുന്നു. ഈ പ്രഭാതത്തിലും ക്ഷീണത്തോടും ഭാരത്തോടും രോഗാവസ്ഥയോടുമായിരിക്കുന്നവരെ ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി അവർ അനുഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ അവർ അനുഭവിക്കട്ടെ. വിടുതൽ ഈ സമയം അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടായിരിക്കുന്നവരുണ്ട്. മാനസികമായ സംഘർഷം അനുഭവിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണം. ഈ പ്രഭാതത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരുടെ ഈ യാത്രകൾ, പ്രവർത്തനങ്ങൾ, ജീവിത സാഹചര്യങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ ആശീർവാദം കൂടിയിരിക്കണമേ. നാഥ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ധ്യാനചിന്തകൾ പ്രകാരം
സോപ്പ് കുമ്പളകൾ പറന്ന് നടക്കുന്നത് കാണുവാൻ എന്ത് മനോഹരം. അതുപോലെ ഞങ്ങളുടെ ജീവിതവും വളരെ മനോഹരമാണെന്ന് ഞങ്ങൾ പഠിപ്പിച്ചുവല്ലോ. എന്നാൽ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ലൈഫ് ഈസ് ടു ഷോർട്ട്. ജീവിതം അതിന് ദൈർഘ്യം വളരെ കുറവാണെന്നും ലഭ്യമായിരിക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങളെ തന്നെ ക്രമപ്പെടുത്തുവാൻ അങ്ങ് നൽകിയ ചിന്തകൾക്കായി, ധ്യാനത്തിനായി സ്തോത്രം. വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വചനത്തിലൂടെ അങ്ങയിലേക്ക് അലിഞ്ഞു ചേരുവാൻ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനായും സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും ഇന്നും എന്നേക്കും നാം ഏവരോടും കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് കൃപാധ്വനികൾ. നിങ്ങളോടൊപ്പം സഭാ ശുശ്രൂഷകൻ റവറൻ സാലിൻസ് എസ് ദാസ്. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. തേനിലും മധുരമാ യേശുക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശുക്രിസ്തു മാധുര്യവാ. രുചിച്ചു